നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ആദ്യമായി സ്കൂളിൽ പോകുന്ന ഒരു 3-4 വയസ്സോ പ്രായമുള്ള കുട്ടികൾ ഭയങ്കരമായി കരഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നോർമലാണോ അബ്നോർമലാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു പരിധിവരെ ടു എ ലിമിറ്റ് ഇത് നോർമലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു കൊച്ചു കുഞ്ഞിന് പുതിയൊരു സ്ഥലം, പുതിയ ചുറ്റുപാട്, പുതിയ ആൾക്കാർ, അതിലേറ്റവും ഉപരി എന്നും കൂടെ ഉണ്ടായിരുന്ന അവരുടെ അച്ഛനും അമ്മയും അവരുടെ പാരൻസ് അവരുടെ കൂടെയില്ല. ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. ഇതുപോലൊരു പുതിയ സാഹചര്യത്തിൽ ആ കുട്ടി ഇമോഷണലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പല കുട്ടികൾക്കും അവർ വളരെ ഹെൽപ്ലെസ് ആയിട്ട് തോന്നാം. പിന്നെ അത് മാത്രമല്ലാതെ വല്ലാത്ത രീതിയിലുള്ളൊരു പേടിയാണ് മെയിൻലി ഈ ഒരു കുട്ടികൾക്ക് അനുഭവപ്പെടുക. ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കാം. കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിലുള്ള രീതിയിലാണ് കുട്ടി പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾക്കൊരു നോർമൽ എന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിലാണ് ഈ കുട്ടി പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരു ഡിസോർഡർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 കാര്യങ്ങളിലായിരിക്കും. ഒന്ന് നേച്ചർ ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നർച്ചർ ഓഫ് ദി ചൈൽഡ്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവ രീതികൾ ഉണ്ടാവാം ബൈ ബർത്ത് തന്നെ. അതിനെയാണ് നമ്മളിവിടെ നേച്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നർച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളും വളർന്നു വന്ന സാഹചര്യത്തിനെയാണ്, അത് പലവർക്കും വ്യത്യാസമായിരിക്കാം, ആ സാഹചര്യത്തിനെയാണ് ഞാനിവിടെ നർച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 നേച്ചറും നർച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു കണ്ടീഷൻ നോർമലാണോ അബ്നോർമലാണോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കുട്ടികൾ ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോൾ നോർമലായ രീതിയിൽ കരയുന്ന ഒരു കുട്ടിയുടെ പാരന്റ് ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം പുതിയ ഒരു സ്ഥലത്ത് പാരന്റ്സ് കൂടെയില്ലാതെ ചുറ്റിനും അവർക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ അവർ ഇൻസെക്യൂർഡായി തോന്നുമ്പോൾ അവർക്കൊരു ഡേഞ്ചറസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവരിങ്ങനെ പ്രകടിപ്പിക്കുന്നത്. ഇറ്റ്സ് പ്യുവർലി നോർമൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന കുട്ടികളിൽ നമ്മളിത് ഒരു ഡിസോർഡർ ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്ന ടേം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ആങ്സൈറ്റി എന്നാണ് നമ്മൾ പറയുക. ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള 2 മേഖലയാണ്. ഒന്ന് മെൻ്റൽ സ്പിയർ ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചിൽഡ്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ ആങ്സൈറ്റിയിൽ ഹോമിയോപ്പതി ക്യാൻ ഡു വണ്ടേഴ്സ്. സോഷ്യൽ ആങ്സൈറ്റിയെക്കുറിച്ച് കൂടുതലായി പറയാനും അതിനെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. താങ്ക് യു.